മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ 1-ാമത്തെ വചനം മർക്കോസ് 2:1 എന്താ പറയുന്നത്? വായിച്ചേ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. ശ്രദ്ധിക്കണം നിങ്ങൾ, അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. കർത്താവ് കണ്ടോ? നിങ്ങൾ ചിന്തിച്ച്, യേശു വീട്ടിലുണ്ട്, ആ വീട്ടിൽ യേശുവുണ്ട്. കണ്ടവരും കേട്ടവരും പറയാൻ തുടങ്ങി, ആ വീട്ടിൽ ചെന്ന് ആരെ കാണാം? യേശുവിനെ കാണാം. അവിടെ ചെന്ന് ആരെ കേൾക്കാം? യേശുവിനെ കേൾക്കാം. കണ്ടവരും കേട്ടവരും പറഞ്ഞു, യേശുവുള്ള വീട്, യേശു വന്നിട്ടുള്ള വീട്, അവിടെ കർത്താവുണ്ട്, അവിടെ യേശുവുണ്ട്, അവിടെ ചെന്ന് യേശുവിനെ കാണാം. ഇങ്ങനെ കണ്ടവരും കേട്ടവരും ഇതിങ്ങനെ പറയാൻ തുടങ്ങി. ഇതാണ് സുവിശേഷ വേല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ നമുക്ക് എപ്പോഴും കർത്താവിനെ കുറിച്ച് പറയാനുള്ളത് രാഷ്ട്രീയമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് പറയാനുള്ള ലോകവർത്തമാനങ്ങളാണോ? കർത്താവിനെ കുറിച്ച്, അവന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു തീഷ്ണത ഇന്ന് കുറഞ്ഞു പോയി. നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണലായി നമ്മൾ ഇപ്പൊ മറ്റൊക്കെ പറയാൻ നമുക്കൊരു അനേകരെ കർത്താവിനെ കണ്ടുമുട്ടി. പ്രൈസ് ദി ലോർഡ്. വാർത്ത പ്രചരിച്ചു പറഞ്ഞേ ഉറക്കെ പറ. വാർത്ത പ്രചരിച്ചു. വാർത്ത പ്രചരിച്ചു. എന്ത് വാർത്ത? യേശു ആ വീട്ടിലുണ്ട്, കർത്താവ് അവിടെയുണ്ട്. കണ്ടവരോടും കേട്ടവരോടും പറയണം. ആരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. ഈ ഒരു തീഷ്ണത നമുക്കുണ്ടാകണം. സ്റ്റേജ് കിട്ടുമ്പോഴും പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴും അൾത്താറ് കിട്ടുമ്പോഴല്ല നീ യേശുവിനെ കുറിച്ച് പറയേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും നീ കർത്താവിനെ കുറിച്ച് പറയണം. എവിടെ പോകും, യാത്രയിൽ എവിടെയാവട്ടെ, അവിടെ കർത്താവിനെ കൊടുക്കണം. അതാണ് മിഷണറി സീൽ, അതാണ് ഒരു ഇവാഞ്ചലിസ്റ്റ്, അതാണ് ഒരു മിഷണറി, അതാണ് ഒരു സുവിശേഷകൻ. മനസ്സിലാകുന്ന ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 2-ാമത്തെ വചനം വായിച്ചേ. കണ്ടു, ഉറക്കെ വായിച്ചേ, പെട്ടെന്ന് വായിച്ചോ. 2 ഉറക്കെ വായിച്ചേ. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. എന്റെ ഒരൊറ്റ ചോദ്യം, എന്തുകൊണ്ട് ഇത്രയും നിരവധി ആളുകൾ ആ വീട്ടിലേക്ക് വരാനുള്ള കാരണം എന്താ കാരണം? യേശു ആ വീട്ടിലുണ്ട്, അത് സമ്മതിച്ചു. എന്താ കാരണം? കണ്ടോ, യേശു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അനേകരോട് പറഞ്ഞു, അയ്യോ നീ വാ, അവിടെ ചെന്ന് യേശുവിനെ കാണാം, യേശുവിനെ കേൾക്കാം, യേശു തരുന്ന സൗഖ്യം, യേശുവിന്റെ വചനം കേൾക്കാം. നീയും വാടാ. എല്ലാവരും വിളിച്ചു കൊണ്ടുവരിക. കേട്ടവരെല്ലാം വിളിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. ഇതല്ലേ സുവിശേഷ പ്രവർത്തനം? ഇതല്ലേ ഇവാഞ്ചലൈസേഷൻ? ഇതല്ലേ മിഷണറി പ്രവർത്തനം? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 1 2 3 ഇങ്ങനെ പറഞ്ഞ് 1 2 തുടങ്ങിയ പരിപാടി പറഞ്ഞ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഈ കുടുംബനാഥന്റെ പേര് എന്താണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഈ ആള് ഒന്നാന്തരം നിങ്ങൾ ചിന്തിച്ച്, ഈ വീട് അങ്ങ് തുറന്നിട്ട് കൊടുത്തിരിക്കുക. സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി അദ്ദേഹത്തിന് വീട് തുറന്നിട്ടിരിക്കുക. ഈ ആൾക്കാർ വന്ന്, ദൈവമേ, അവിടെ വന്ന് ആ ചെടി മുഴുവൻ ചവിട്ടി പൊട്ടിച്ചു, അവിടെ വന്ന് ആ ഗാർഡൻ മുഴുവൻ നശിപ്പിച്ചു, അവിടെ വന്ന് ആ ടോയ്ലറ്റ് മുഴുവൻ ആകെ വൃത്തികേടാക്കി. ഈ സമയത്താണ് പിള്ളേർ ഇരുന്നിട്ട് പുതിയതായിട്ട് പെയിന്റ് അടിച്ച ഭിത്തി, ആ ഭിത്തിയുടെ മുകളിൽ ABCDEFG ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ദൈവമേ, കുറച്ച് പേര് വന്നിട്ട് സ്ഥലമില്ലല്ലോ, സീറ്റൊക്കെ തീർന്നു. കുറെ പേര് ജനലിന്റെ മുകളിലൊക്കെ ഇരിക്കണേ. ആ ജനലിട്ടിരിക്കുന്ന കട്ടൻ്റെ കുക്കൊക്കെ പൊട്ടി താടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലാണ് ഇതുപോലത്തെ ഒരു ശുശ്രൂഷ നടന്നെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തോന്ന് പറയും? സുവിശേഷ വേലയൊക്കെ നല്ലതാട്ടോ. ഒരു കാര്യം ചെയ്യും, നമുക്കിത് കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റിയ കുഴപ്പമുണ്ടോ? കാരണം നമുക്ക് കംഫർട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആത്മാക്കളെ തരിക, എൻ്റെ സർവവും
ഒരെണ്ണം എടുക്കാൻ കർത്താവ് വരട്ടെ. എന്തിനു എല്ലാം എടുക്കാൻ വരട്ടെ? ഒരെണ്ണം കർത്താവ് തൊട്ട് അപ്പം നമ്മുടെ കളറ് മാറി. ഇതാണ് നമ്മുടെ സുവിശേഷ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഒരു കല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എന്താണെങ്കിലും ഈ അങ്കിളിനെ സമ്മതിച്ചു. ഇത് ഈ വീട്ടുടമസ്ഥനെ സമ്മതിച്ചു. ഈ മനുഷ്യൻ സുവിശേഷത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി. ഇങ്ങനെ കംഫർട്ട് പോയി, എല്ലാം പോയി, സകലതയാ നഷ്ടപ്പെടുത്തി ആത്മാക്കൾക്ക്. ഇതാണ് യഥാർത്ഥ ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ്. ഇതാണ് യഥാർത്ഥ മിഷണറി സ്പിരിറ്റ്.